നീ ഒന്നുകൂടി ആലോചിക്കുമോളെ. ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അതും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നിറങ്ങുമ്പോൾ അവരോട് എന്തും മറുപടി പറയണമെന്നറിയാതെ തളർന്നുപോയി നീതു. തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന പൊന്നുമോളെ അവൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഒപ്പം അവളുടെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് പോയി. എന്തിനാ അരവിന്ദേട്ടാ ഞങ്ങളെ വിട്ടുപോയത്? അതുകൊണ്ടല്ലേ ഇതെല്ലാം എനിക്ക് കേൾക്കേണ്ടി വന്നത് എന്നു പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. 2.5 കൊല്ലം മുമ്പായിരുന്നു വിവാഹം. അരവിന്ദൻ ഏതോ ഒരു കല്യാണത്തിന് കണ്ട് ഇഷ്ടപ്പെട്ട കല്യാണാലോചനയുമായി ആ കുടുംബത്തിലേക്ക് വന്നതായിരുന്നു. നീതുവിന്റെ അച്ഛൻ ചുമട്ടുതൊഴിലാളിയാണ്. അമ്മയ്ക്ക് തൊഴിലുറപ്പ്. 3 പെൺമക്കളെ അല്ലാതെ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 3 പെൺമക്കളും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാൾക്ക് നാൾ കൺമുന്നിൽ വളർന്നു വരുന്ന 3 പെൺകുട്ടികളും സദാശിവന് ഒരു പേടി സ്വപ്നമായിരുന്നു. 3 പേരെയും വിവാഹം കഴിച്ചു വിടണം. തന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ആദ്യത്തെ ആളെ വേണമെങ്കിൽ വീടിന്റെ ആധാരം പണയം വെച്ച് കല്യാണം കഴിപ്പിച്ചു വിടാം. പിന്നെയുണ്ട് 2 പേർ. അയാൾക്ക് എന്തു വേണമെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അരവിന്ദൻ ഒന്നും വേണ്ട, പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടും നല്ലൊരാലോചനയാണ്. അരവിന്ദന് അവിടെ തന്നെ ഒരു തുണിമില്ലിലെ ലോഡ് കൊണ്ടുപോകുന്ന പണിയാണ്. വീട്ടിൽ അമ്മയും ഇളയ സഹോദരൻ ആദിത്യനും മാത്രമേ ഉള്ളൂ. ആദിത്യനൊരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടന്റായി കയറി. 2 ആൺമക്കളും നന്നായി അധ്വാനിച്ച് കുടുംബം നോക്കും. അതിന്റെ ഒരു പൊലിമ അവരുടെ കുടുംബത്തിൽ കാണാനുമുണ്ട്. നല്ല ഒരു വാർപ്പ് വീട്, അതിനു ചുറ്റും അത്യാവശ്യ സ്ഥലം, ആർക്കും ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷം. അതുകൊണ്ട് തന്നെയാണ് നീതുവിന് ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ സദാശിവൻ അരവിന്ദൻ അവളെ പിടിച്ചുകൊടുത്തത്. ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ടു പോവുകയായിരുന്നു. അരവിന്ദേട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്താഗ്രഹിച്ചാലും അത് കൺമുന്നിൽ എത്തിച്ചിരിക്കും. തന്റെ വയറ്റിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നറിഞ്ഞതിൽ പിന്നെ ആ സ്നേഹം ഇരട്ടിയായി. ഒന്നിനും ഒരു കുറവില്ല. അവിടുത്തെ അമ്മയും ഒരു പാവമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറയും. അത് കഴിഞ്ഞാൽ ആ ദേഷ്യമൊന്നും ഇല്ലാതെ പെരുമാറുകയും ചെയ്യും. എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളിൽ മാത്രമേ അമ്മ ദേഷ്യപ്പെടാറുള്ളൂ. എന്തുകൊണ്ട് സുഖമായിരുന്നു. മാത്രമല്ല അരവിന്ദൻ നീതുവിന് താഴെയുള്ള കുട്ടികളുടെ പഠനത്തിനും സഹായിക്കാൻ തുടങ്ങിയതോടെ സദാശിവന് അരവിന്ദൻ സ്വന്തം മകൻ തന്നെയായി. എന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. കുഞ്ഞ് ജനിച്ച് നീതുവിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി 3 മാസം കഴിഞ്ഞേ തിരിച്ചു വരൂ. എന്നാൽ അരവിന്ദന് കുഞ്ഞിനെ കാണാതെ ഇരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലോഡ് കൊണ്ടുപോയി വരുമ്പോൾ 2 ദിവസത്തിനൊരിക്കൽ അവൻ എത്ര വൈകിയാലും വീട്ടിലെത്തും. അന്നും പതിവ് പോലെ ലോഡ് കൊണ്ടുപോയി. സ്വന്തം വീട്ടിലെത്തിയതിനു ശേഷം കുളിച്ച് നീതുവിന്റെ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു അരവിന്ദൻ. എന്നാൽ എതിരെ വന്ന ഒരു ലോറി അവനെയും അവന്റെ ബൈക്കിനെയും ഇടിച്ചു തെറിപ്പിച്ചു. രാത്രിയായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. രക്തം വാർന്ന് പുലർച്ചെ മരിച്ചു കിടക്കുന്നത് ആരോ കണ്ട് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. സ്നേഹനിധിയായ തന്റെ ഭർത്താവിനി ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നീതുവിന് കഴിഞ്ഞില്ല. അവൾ ആകെ തകർന്നു. പക്ഷേ കുഞ്ഞിനു വേണ്ടി പിടിച്ചു നിൽക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടു. പതിയെ കുഞ്ഞിന്റെ മുഖം കണ്ട് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഏറെ നാൾ കഴിയും മുമ്പ് ചന്ദ്രിക അവളെ തന്റെ വീട്ടിലേക്ക് കൂട്ടി. മകനോ തനിക്ക് നഷ്ടപ്പെട്ടു. അവന്റെ കുഞ്ഞെങ്കിലും തന്റെ അരികിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ചന്ദ്രിക ആഗ്രഹിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദിത്യന് കല്യാണം നോക്കാൻ തുടങ്ങിയത്. ബ്രോക്കറിനോട് ആദിത്യന്റെ കാര്യം പറയുമ്പോൾ മൂത്ത മകന്റെ ഭാര്യ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത് പലർക്കും പ്രശ്നമാണെന്ന് അയാൾ അറിയിച്ചു. അപ്പോഴാണ് അവർ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ആദിത്യൻ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടിക്ക് നീതുവിനെ അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. എന്നുവെച്ച് നീതുവിനെ അവളുടെ വീട്ടിലേക്ക് വിടാനും ചന്ദ്രിക ഒരുക്കമായിരുന്നില്ല. അത്രത്തോളം ആ കുഞ്ഞിനെ അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ തന്നെ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ആദിത്യനെ കൊണ്ട് നിത്യയെ വിവാഹം കഴിപ്പിക്കുക എന്നത്. സ്വന്തം ഏട്ടന്റെ കുഞ്ഞായതുകൊണ്ട് അവൻ ആ കുഞ്ഞിനെ സ്വന്തം പോലെ സ്നേഹിക്കാൻ കഴിയും. മാത്രമല്ല തന്റെ മകന്റെ കുഞ്ഞ് തന്റെ അരികിൽ നിന്ന് പോവുകയില്ല. ആദിത്യനും നീതുവും ഒരുപോലെ അവരുടെ തീരുമാനത്തെ എതിർത്തു. എന്നാൽ ചന്ദ്രിക തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. നീതുവിനെക്കൊണ്ട് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ പോയി നിന്നു. ഇതിനിടയിൽ ആദിത്യനെ കൊണ്ട് ചന്ദ്രിക വിവാഹത്തിന് സമ്മതിപ്പിച്ചിരുന്നു. ആദിത്യൻ വിവാഹത്തിന് സമ്മതിച്ചു. ഇനി നീ കൂടിയേ സമ്മതിക്കാനുള്ളൂ. സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിട്ട് മാത്രമേ മറ്റൊരു വിവാഹം തിരഞ്ഞെടുക്കാവൂ എന്നെല്ലാം ചന്ദ്രിക പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം തന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഇപ്പോൾ തന്നെ അച്ഛൻ പെടാപ്പാട് പെടുന്നുണ്ട്. അരവിന്ദേട്ടനുള്ളപ്പോൾ എല്ലാം വളരെ ഈസിയായിരുന്നു. അച്ഛനെയും അരവിന്ദേട്ടൻ സഹായിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ ഇവിടെ നിൽക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. തിരികെ പോകാനും അവൾക്ക് കഴിയില്ല. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്താലല്ലാതെ അങ്ങോട്ട് ചെല്ലാനാകില്ല. വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു. വീട്ടുകാർ കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ ആദിത്യനെ വിവാഹം കഴിക്കാൻ തയ്യാറായി.
നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നതായിരുന്നു ശരി. എന്നാൽ ആ വിവാഹം കഴിഞ്ഞപ്പോൾ ആദ്യ രാത്രി തന്നെ ആദിത്യൻ അവളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഏട്ടത്തി എന്ന രീതിയിൽ നിന്ന് അവളെ ഭാര്യയായി കാണാൻ അവന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെയൊരു വിവാഹം നടന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ ഓർത്താണ് അവൻ കല്യാണത്തിന് സമ്മതിച്ചത്. ആദ്യം നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാം, എന്നെങ്കിലും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. ഒരിക്കലും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ മാത്രം ഓർത്ത് അവളുടെ അച്ഛനും അമ്മയും മാത്രമായി മുന്നോട്ടു പോകാം. നീതുവിന് വല്ലാത്ത ആശ്വാസമാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. ആദിത്യനും അരവിന്ദന്റെ പോലെ സ്നേഹത്തോടെ തന്നെയാണ് അവളോട് പെരുമാറിയത്. ക്രമേണ അരവിന്ദന് പൂർണ്ണമായി മറന്നില്ലെങ്കിൽ കൂടി ആദിത്യനെ അംഗീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഇന്ന് സന്തോഷത്തോടെ ആ കുടുംബം മുന്നോട്ടു പോകുന്നു. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ചിന്തിക്കാത്ത പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടി വരും. മറ്റുള്ളവർക്ക് ഒരുപക്ഷേ അതൊരു തെറ്റായി തോന്നാം. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. പലപ്പോഴും നമ്മൾ നിസ്സഹായർക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.